ലൈംഗിക പീഡന കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും കോൺഗ്രസ് നേതൃത്വത്തെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ലൈംഗിക വൈകൃതക്കാരനാണെന്നും പുറത്തുവന്നത് ഭീഭത്സമായ വിവരങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും ചിലർ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കി. ജയിലിൽ കിടന്ന എംഎൽഎമാരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായത്. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ, പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ ജി പൂങ്കുഴലി IPSന് അന്വേഷണ ചുമതല. അതിജീവിതയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ നീക്കം. വിപിൻ സി വിജയൻ മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകും. അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ സലീം മാലിക് നൽകും തിരുവനന്തപുരത്ത് നിന്നാണ്. വിപിൻ, നിരവധി വിഷയങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ. അതിൽ ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. എന്താണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്? പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചോദ്യം തന്നെ, ഞങ്ങൾ നടപടി സ്വീകരിച്ചു, ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ അത് CPM സ്വീകരിക്കുന്നുണ്ടോ, സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് മുകേഷ് MLA ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതിനുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകിയില്ലേ? GK, സമീപകാലത്തുള്ള എല്ലാ വിവാദ വിഷയങ്ങളിലും മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു, അതിന് മറുപടി നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം എവിടെ 9 ദിവസമായിട്ടും MLA ഒളിവിലാണല്ലോ എന്നുള്ള ചോദ്യം ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നു. അപ്പോൾ VD സതീശനുള്ള മറുപടിയായി പറഞ്ഞത് കോൺഗ്രസിന്റെ സംരക്ഷണത്തിലാണല്ലോ, അങ്ങനെയാണെങ്കിൽ എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞാൽ ഉടൻ തന്നെ പിടിക്കാം എന്നുള്ള ഒരു പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയാണ് അതിന് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്, ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് ഉടൻ തന്നെ ഒരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുക്കുന്നു. എന്തുകൊണ്ട് സമാന രീതിയിലുള്ള ഒരു ആരോപണം വന്നിട്ടുള്ള മുകേഷ് MLAക്കെതിരെ അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള ചോദ്യമാണ്. അതിന് അദ്ദേഹം ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് വിൻസെന്റ്, ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളവർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയല്ലേ, സമാന വിഷയത്തിൽ ജയിലിൽ കടന്നിട്ടുള്ള ഈ നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഏറ്റവും പ്രധാനമായത് ഭീമത്സമായ കാര്യങ്ങൾ ആണ് പുറത്തു വന്നിട്ടുള്ളത്. മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന, ഒരു പൊതുപ്രവർത്തനത്തിന് ഒട്ടും തന്നെ ചേർന്നതല്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഭാവിയിലെ നിക്ഷേപം എന്നുള്ള നിലയ്ക്കാണ് പലരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇത്തരം ഒരു ഭീമത്സരകരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ നടപടിയെടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് വൈകി. അത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടാണോ ഉടൻ ഒരു നടപടി ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനെ ഈ സമകാലിക വിവാദ വിഷയങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഒക്കെ എന്താണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്? സ്വർണ്ണക്കൊള്ള വിഷയം ഹൈക്കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായി പറയുന്നില്ല. പക്ഷെ തെറ്റ് ചെയ്തവരാരായാലും അതിൽ ഒരു സംരക്ഷണവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ട് എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തന്നെ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് മുഖ്യമന്ത്രി. ഇത് ഒരു കോൺഗ്രസിന്റെ പാരമ്പര്യത്തിന് ചേർന്നതല്ല, അതിന് മുസ്ലിം ലീഗും കൂടപിടിക്കുന്നു. ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള വ്യാപകമായ കൂട്ടുകെട്ടുണ്ടാകുന്നു. ഒരു ഹിന്ദുത്വവാദികളും ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും ഒരേ തൂവൽ പക്ഷികളാണ്. അത് കോൺഗ്രസ് മനസ്സിലാക്കാതെ അത് UDFുമായി ചേർന്ന് ഇവിടെ 4 വോട്ടുകൾക്ക് വേണ്ടി ആരുമായും കൂട്ടുകൂടാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്നുള്ളത്, ജോൺ ബ്രിട്ടാസ് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിനൊരു പാലമായി എന്നുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തെ സംബന്ധിച്ചിട്ടായിരുന്നു. അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ MP-മാരും പ്രവർത്തിക്കേണ്ടത്. ഈ ലോക്സഭയിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് എല്ലാ MP-മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഫലപ്രദമായിട്ടുള്ള നീക്കങ്ങൾ ജോൺ
ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്. മറ്റൊന്നുള്ളത്, ഇന്ന് ഏറ്റവും പ്രധാനമായും വന്നത് കെ ജയകുമാറിനെതിരെ ബി അശോക് കോടതിയിൽ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ കെ ജയകുമാറിന് ഒപ്പം അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് എടുത്തത്. അദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കി എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അത് ഒരു സാധാരണഗതിയിൽ നടക്കുന്ന കോടതിയിൽ എത്തേണ്ട ഒന്നായിരുന്നില്ല. അതിൽ കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ VC ആക്കാനുള്ള ഗവർണറുടെ തീരുമാനം അത് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മുൻഗണനാ പട്ടിക ഒന്നും തന്നെ നോക്കാതെയായിരുന്നു. അത് സുപ്രീം കോടതിയുടെ നഗ്നമായ ലംഘനം ഗവർണർ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സുപ്രീം കോടതി അക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ആരെയും പരിഗണിക്കാതെ അതിന് എതിരായി നിൽക്കുന്ന ഒരാളെ ഇപ്പോൾ ഗവർണർ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഗവർണർ ഫെഡറൽ ചട്ടങ്ങൾ അത് പൂർണ്ണമായും ലംഘിക്കുകയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഈ VCയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ഗവർണർ പോരെ അത് വരുന്ന ദിവസങ്ങളിലും കടുക്കുമെന്നുള്ള കൃത്യമായ സൂചന കൂടിയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതോടൊപ്പം തന്നെ ഗവർണറുമായുള്ള പ്രശ്നങ്ങൾ, അതിന് പുറമെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.